രാമ 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 രാമ. ഓം കാളാംബോധനിഭാം ശരാസനമിളത് കരാംഭോരുഹം സീതാലക്ഷ്മണസേവിതം കവിഗണൈരക്ഷോഗണൈശ്ചാവൃതം ദേവബ്രഹ്മ ഭവാദിഭിർബഹുവിധൈ സ്തോത്രൈശ്ച സംസേവിതം രാമം രാക്ഷസ ധൂമഹേതുമനിശം വന്ദേ ദശാസ്യന്തകം. ശ്രീഗുരുഭ്യോ നമഃ. പാർവതീപദേ ഹര ഹര മഹാദേവ. ജയ് ശ്രീരാം. സനാതനമായ ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയെ സ്നേഹിക്കുന്ന എല്ലാ സനാതന ധർമ്മ അനുഷ്ഠാനികൾക്കും രാമായണ ആശംസകളെ. രാമായണ മഹോത്സവം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 500 വർഷങ്ങൾക്ക് ശേഷം അതിഗംഭീരമായ രാമായണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ശ്രീരാമ ചന്ദ്രപ്രഭുവിന് രാജോചിതമായ ഒരു ക്ഷേത്രം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന രാമായണ മാസാചരണമാണ്. അപ്പോൾ ആദികാവ്യമാണ് രാമായണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ആദികാവ്യമായ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള ചിരപുരാതനമായ ഈ രാമായണം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പരിജ്ഞാന പശ്ചാത്തലത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടത്തിൽ എന്താണ് പ്രസക്തി, ആ ഒരു രീതിയിൽ രാമായണത്തെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ പുതിയ തലമുറ, നമ്മുടെ മക്കളും നമ്മുടെ പേരക്കിടാങ്ങളും ഈ രാമായണ സംസ്കൃതിയെ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ല എങ്കിൽ കുഞ്ഞുമക്കൾ ഇത് പഴംപുരാണമാണെന്ന് പറഞ്ഞ് ഇതിനെ മാറ്റി നിർത്തും. അപ്പോൾ അന്യം നിന്ന് പോകുന്നത് മഹത്തായ ഒരു സംസ്കൃതിയാണ്. ആ സന്ദർഭത്തിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് കുടുംബ ജീവിതമായിരിക്കും. കുടുംബ ജീവിതം മഹനീയമായി, സന്തോഷമായി, ആനന്ദപൂരിതമായി, സംതൃപ്തിയോടുകൂടി ജീവിതം ആസ്വാദ്യകരമായി ജീവിക്കാനാണ് രാമായണം. അപ്പോൾ എന്താണ് രാമായണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരിക്കണം. ജീവിത ശാസ്ത്രമാണ്, ജീവിത മാർഗനിർദ്ദേശികളാണ്. ജീവിതത്തിൻ്റെ മൊത്തം പവിഴങ്ങളും നേടി പരമാനന്ദ സംപ്ലുത, പരമാനന്ദത്തെ ജീവിക്കാനുള്ള ലൈഫ് ടിപ്സുകളാണ്
രാമായണത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്? ഇത് കണ്ടുപിടിച്ച് വരും തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകം. എത്രയോ രാജ്യങ്ങളിൽ രാമായണമുണ്ട്. ഭാരതത്തിലും നൂറുകണക്കിന് രാമായണമുണ്ട്. മലയാളികൾക്ക് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ് സുപരിചിതം. എന്നാൽ എഴുത്തച്ഛൻ്റെ ഈ രാമായണം എഴുത്തച്ഛൻ എഴുതിയത് അല്ല, മറിച്ച് വേദവ്യാസ ഭഗവത്പാദ വിരചിതമാണ് അധ്യാത്മ രാമായണം. ഇത് എല്ലാവരോടും പറയണം, നമ്മുടെ സുഹൃത്തുക്കളോടും മക്കളോടും കുട്ടികളോടും എല്ലാവരോടും പറയണം. അപ്പോൾ അധ്യാത്മ രാമായണം രചിച്ചത് വേദവ്യാസ ഭഗവാനാണ്. ആ സംസ്കൃതത്തിലുള്ള രാമായണം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് നമ്മളെയൊക്കെ പഠിപ്പിച്ച വ്യക്തിയാണ് തുഞ്ചത്ത് രാമായണ എഴുത്തച്ഛൻ. അപ്പോൾ ഈ എഴുത്തച്ഛൻ്റെ രാമായണമാണ് നമുക്ക് പരിചയം. അപ്പോൾ ഈ രാമായണ മാസത്തിൽ രാമായണം തുടങ്ങി. എപ്പോഴും ഇത് തുടർന്ന് പാരായണം ചെയ്യേണ്ടത് നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരികളുമാണ്. എന്നിട്ട് വരും തലമുറകൾക്ക് ഒരു മാർഗമായി, ഒരു മാർഗനിർദ്ദേശ രൂപേണ നമ്മളെ മക്കളെയും കൊച്ചുമക്കളെയും ഈ രാമായണം പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അമ്മമാർക്കും പെങ്ങന്മാർക്കും സഹോദരിമാർക്കുമാണ്. നിങ്ങൾക്ക് രാമായണത്തിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ഞാൻ രാമായണ കഥയിലേക്കൊന്നും കടന്ന് ചളമാക്കുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിനകത്ത്, നിങ്ങളുടെ ബുദ്ധിക്കകത്ത്, നിങ്ങളുടെ ബോധത്തിനകത്ത്, നിങ്ങളുടെ സംസ്കാരത്തിനകത്ത് രാമായണ സംസ്കാരം ഫോളോ ചെയ്യുന്നവരാണ് ഭാരതീയർ. നമുക്കറിയാം, ഒരു ദിവസം പരമേശ്വരൻ്റെ മടിത്തട്ടിൽ വന്ന് പാർവതി ദേവി ഇരുന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് രാമായണം. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ തന്നെ ഉമാ മഹേശ്വര സംവാദം ഇതിൽ ഉമയ്ക്കാണ് പ്രാതിനിധ്യം. ഇതുകൊണ്ട് എല്ലാ സ്ത്രീകളും രാമായണം പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം, ക്ഷേത്രത്തിൽ പോയിട്ട് വായിക്കണം. എല്ലാവരിലും ഈ രാമായണ സംസ്കൃതി എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ അമ്മമാർക്കുമാണെന്ന് ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയുന്നു. അപ്പോൾ ഈ വ്യാസ ഭഗവത്പാദ വിരചിതമായ അധ്യാത്മ രാമായണത്തിലെ ഇത് എങ്ങനെയാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ശരണമയ്യപ്പ. പാർവത്യുവാച. ശ്രീ ഭഗവാനുവാച എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അർജുനോവാച എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. വ്യാസോവാച എന്ന് കേട്ടിട്ടുണ്ടാവും. ശ്രീശുകോവാച എന്ന് കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ കേൾക്കണം പാർവത്യുവാച. പാർവതി ചോദിക്കുന്നു പരമേശ്വരനോട്. ശരണമയ്യപ്പ. നമോസ്തുതേ ദേവ ജഗന്നിവാസ സർവാത്മ ദൃക്ത്വം പരമേശ്വരോസി പൃച്ഛാമി തത്വം പുരുഷോത്തമസ്യ സനാതനത്വം സനാതനം ത്വം ച സനാതനോസി. പൃച്ഛാമി എന്താണ്? ഹേ പരമേശ്വര, അങ്ങയുടെ പ്രാണസഖിയായ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. പൃച്ഛാമി തത്വം. കഥയല്ല. വളരെ ശ്രദ്ധിക്കണം.
വളരെ ശ്രദ്ധിക്കണം. രാമകഥയല്ല രാമായണം, രാമതത്വമാണ് രാമായണം. നോട്ട് ദാറ്റ് പോയിന്റ്. രാമകഥയല്ല രാമായണം, രാമതത്വമാണ് രാമായണം. ഇവിടെ പൃച്ഛാമി തത്വം, അങ്ങയുടെ പുരുഷോത്തമസ്യ, പൂർണ്ണ പുരുഷന്മാരിൽ ഉത്തമനായ, മനുഷ്യാവതാരമായ ഉത്തമ പുരുഷേശ്വരനായ അങ്ങയുടെ പുരുഷോത്തമ തത്വം എന്താണ്? അത് എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാലും. നമോസ്തുതേ ദേവ ജഗന്നിവാസ. അങ്ങാരാണ്? നിവാസകനാണ്. ജഗത്ത് രൂപനാമാത്മകമായി ഇളകി മറിഞ്ഞുകൊണ്ട് പഞ്ചഭൂതങ്ങളാൽ പഞ്ചീകരിക്കപ്പെട്ട, പഞ്ചഭൂതങ്ങളിൽ അകത്തും പുറത്തും ഒരുപോലെ, അതാണ് ജഗന്നിവാസ. എന്നിട്ടോ സർവാത്മ ദൃക്ക്, എല്ലാ ജീവജാലങ്ങളുടെയും അന്തരാത്മാവായി, ദൃക്കായി. നിങ്ങളിപ്പോൾ എന്നെ ഈ മാധ്യമത്തിലൂടെ കാണുന്നതാണ് ദൃക്ക്, അത് അനുഭവിക്കുന്നതാണ് ദൃശ്യം. കേൾക്കുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു, അറിയുന്നു, ഇതാണ് ദൃശ്യം. അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും സർവാത്മ ദൃക്ത്വം, പരമേശ്വരി, പരമമായ സുപ്രീമായ ഈശ്വരനായ ഹേ പരമേശ്വര, അങ്ങയുടെ പൂർണ്ണാവതാരമായ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ തത്വം പൃച്ഛാമി, എനിക്ക് പറഞ്ഞു തന്നാലും. എന്താണ് ആ തത്വത്തിന്റെ പ്രത്യേകത? ഇവിടെയാണ് നാം നമ്മുടെ മക്കളോടും, നമ്മുടെ കുഞ്ഞുമക്കളോടും, മരുമക്കളോടും, വരും തലമുറയോടും പറയേണ്ടത്. ഇത് പഴംപുരാണമല്ല, സദാ നൂതനമായ സനാതനം ത്വം ച സനാതനോസി. സദാ നൂതനമായ സംസ്കൃതിയിൽ സനാതനോസി, ഒരിക്കലും നശിക്കാത്ത, ഏറ്റവും പുതുമയുള്ള, അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയ അൾട്രാ മോഡേൺ സയൻസും ഈ രാമായണവും മിക്സ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തിന്റെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതാണ് നാസ. ഞാനിത് തമാശക്ക് പറയല്ല. ഞങ്ങൾ എറണാകുളത്തെ സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ സപ്താഹവും സമൂഹ വിവാഹവും ക്യാൻസർ പേഷ്യൻറ്റുകൾക്ക് സാമ്പത്തിക സഹായവും ഇങ്ങനെ ഒത്തിരി ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് ചാരിറ്റബിൾ വർക്കുകൾ നടത്തുന്നുണ്ട്. അതിന് കഴിഞ്ഞ പ്രാവശ്യം ISRO ചെയർമാനായ രാധാകൃഷ്ണൻ സാറും, അതിന് മുന്നത്തെ വർഷം ISRO ചെയർമാനായ മാധവൻ സാറും എല്ലാവരും വന്നു. അപ്പോൾ അവരാണ് പറഞ്ഞിരിക്കുന്നത്, ഈ നാസയിൽ ഓരോ ടേബിളിൻ്റെ മുകളിലും, അന്വേഷിച്ച് നോക്കിക്കോളൂ, ഓരോ ടേബിളിൻ്റെ മുകളിലും രാമായണം ഉണ്ടാകും. കാരണം അത്രയധികം അൾട്രാ മോഡേൺ സയൻസാണ് ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് ഫിസിക്കലായി, പ്രാക്ടിക്കലായി, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മക്കളോടും കൊച്ചുമക്കളോടും പറയണം. ഇതുകൊണ്ടാണ് സനാതനം, സദാ നൂതനം, എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ തത്വം ത്വം ച സനാതനോസി, ഏറ്റവും പുതുമയെ കെട്ടിപ്പുണരണം, ഈ ആദികാവ്യത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുതുമയെ പുണരണം. എങ്കിൽ മാത്രമേ തകരാത്ത ഒരു സംസ്കാരത്തിനുടമയാവാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഈ രാമായണ സംസ്കാരം പ്രചരിപ്പിക്കേണ്ടത് അമ്മമാരാണ്, സ്ത്രീകളാണ്, സഹോദരികളാണ്, മക്കളാണ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. രാമനാമ ജപത്തിൻ്റെ മഹനീയത എന്താണെന്ന് പഠിപ്പിക്കണം.
രാമനാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അവരെ പഠിപ്പിക്കണം. ഞാനിത് നിങ്ങളോട് പറയാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ എപ്പോഴും ആ നാവിൽ നിന്നും രാമനാമം ജപിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു എൻ്റെ ഇല്ലത്ത്. വൈകുന്നേരം ഒരു 4-4:30 ആകുമ്പം അങ്ങോട്ട് രാമനാമം ജപിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-11 മണി വരെ അമ്മ എല്ലാ ആക്ടിവിറ്റീസുകളിലും പങ്കെടുത്തുകൊണ്ട് രാമനാമം ജപിക്കുന്നത് കേട്ട ഒരു സംസ്കാരത്തിൽ വളർന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഈ അധ്യാത്മ രാമായണത്തെക്കുറിച്ച് ആധികാരികമായി വ്യാസഭഗവൽ വിരചിതമായ ഈ രാമായണത്തിൻ്റെ ഓരോ പദത്തിൻ്റെയും അന്വയം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ വളർത്തിയത് എൻ്റെ അമ്മയാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും എല്ലാവരെയോടും പറയണം. അതിൽ ഏറ്റവും പ്രധാനം രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. ധാരയതി ഇതി ധർമ്മ യദോ അഭ്യുദയ നിശ്രേയസ്യ പ്രാപ്തി ഇതി ധർമ്മ. ധരിക്കേണ്ടത് എന്താണ്, നാം ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ടത് എന്താണ്, അതാണ് ധർമ്മം. എൻ്റെ അമ്മ രാമായണ സംസ്കാരത്തിൽ വളർന്നു വന്നു, അത് ഞാൻ ഫോളോ ചെയ്തു, അത് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് ധർമ്മം. അപ്പം ശ്രദ്ധിക്കണം, രാമായണം ശ്രദ്ധിക്കണം. അതിനകത്ത് ഓരോ വ്യക്തിയും ചെയ്യേണ്ടിയിരിക്കുന്ന ഡ്യൂട്ടി, ഭർത്താവ് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് ശ്രീരാമചന്ദ്രപ്രഭു നമുക്ക് കാണിച്ചു തരുന്നു. ഭാര്യ ചെയ്യേണ്ട ധർമ്മം എന്താണെന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു, സീത നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരൻ ചെയ്യേണ്ട ധർമ്മം എന്താണെന്ന് ലക്ഷ്മണൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഭരതൻ നമ്മളെ പഠിപ്പിക്കുന്നു, ശത്രുഘ്നൻ നമ്മളെ പഠിപ്പിക്കുന്നു. എന്തിന്? മൃഗമായ കുരങ്ങൻ പോലും സുഹൃത് ബന്ധത്തിൻ്റെ ഊഷ്മളത എന്താണ് എന്ന ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ധർമാചരണമാണ് രാമായണം. നോക്കൂ ഇവിടെ സീത പോലും ധർമാചരണം. നോക്കൂ, സീത സ്വയംവരമാണ്. ഇതാണ് ഭാരതീയ സംസ്കൃതി. സ്വയം വരിക്കുകയാണ്. ജീവിതത്തിൽ ഞാൻ ആരുടെ കൂട്ടത്തിലാണ് ജീവിക്കേണ്ടത്, ആരോടൊപ്പമാണ് ഞാൻ ജീവിതം പങ്കുവെക്കേണ്ടത് എന്ന് സ്വയം വരിക്കുകയാണ് ഇവിടെ സീത. ഇത്ര ശ്രേഷ്ഠമായ സംസ്കൃതിയാണ് ഈ ഭാരതീയ ഹിന്ദു സംസ്കൃതി. അതുകൊണ്ട് ഓരോ സഹോദരിമാരും ഈ രാമായണം പഠിച്ച് പ്രചരിപ്പിക്കണം. നമ്മുടെ മക്കളോടും കൊച്ചുമക്കളോടും കുട്ടികളോടും സോഷ്യൽ മീഡിയകളിലൊക്കെ ഇതിൻ്റെ കുറച്ച് ബിറ്റൊക്കെ ഉണ്ടാക്കി, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഓരോ ചെറിയ ചെറിയ ടിപ്പുകളാക്കി ഫേസ്ബുക്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും എല്ലാത്തിലും പ്രചരിപ്പിക്കണം. അങ്ങനെ രാമനാമത്തിലൂടെ ശ്രീരാമ തത്വത്തിലൂടെ ധർമാചരണം മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശിഷ്യ സംശയാഹ. പൂർണ്ണ ജ്ഞാനാവതാരമെടുത്ത കൃഷ്ണൻ പറയുന്നു, മയ്യർപ്പിത മനോബുദ്ധി, എനിക്ക് ബുദ്ധിയും മനസ്സും എന്നിലർപ്പിക്കൂ എന്ന്. ഇത് തന്നെയാണ് ശ്രീരാമചന്ദ്രപ്രഭു പറയുന്നത്. ശ്രീരാമ തത്വത്തിലേക്ക് മനസ്സും ബുദ്ധിയും അർപ്പിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിലും ബുദ്ധിയിലും നിറഞ്ഞു നിൽക്കുന്നത് രാമനാമമായിരിക്കും. അപ്പോൾ രാമനാമത്തിനെ വികസിപ്പിക്കുമ്പോൾ രത്നാകരനെ പോലെ പിടിച്ചുപറിക്കാരനായ കള്ളനായ രത്നാകരനെ പോലെ അസ്വസ്ഥമായ മനസ്സാണ് ഓരോ ആധുനിക വ്യക്തികൾക്കുമുള്ളത്. ആ അസ്വസ്ഥമായ മനസ്സ് സ്വസ്ഥതയിലേക്ക് വാത്മീകി ഋഷിയെപ്പോലെ ഓരോ മാനവരാശിയെയും പരമശാന്തിയിലേക്കും സ്വസ്ഥമായ മനസ്സിലേക്കും പൂർണ്ണമായ ജീവിതത്തിലേക്കും സന്തോഷമായ ജീവിതത്തിലേക്കും ആനന്ദപ്രദമായ ജീവിതത്തിലേക്കും സംതൃപ്തമായ ജീവിതത്തിലേക്കും നമ്മളെ കൈപിടിച്ചുയർത്തുന്നതാണ്
ആദികാവ്യമായ രാമായണം. അതുകൊണ്ട് ഇത് പഠിക്കണം, പ്രചരിപ്പിക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, വരും തലമുറയിലേക്ക് നമ്മൾ കൈകാര്യം ചെയ്യണം, കൈമാറ്റം ചെയ്യണം. ഏവം പരമ്പരാപ്രാപ്തം, ഇത് പരമ്പരയായി നമുക്ക് കിട്ടിയ അത്യപൂർവമായ സിദ്ധൌഷധമാണ്. അപ്പോൾ ശാന്തമായ, സംതൃപ്തമായ, ഉജ്ജ്വലമായ, അവർണ്ണനീയമായ, സമാനതകളില്ലാത്ത ശാന്ത ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് സുപ്രഭാത വിശുദ്ധ ഹൃദയം താമര പൊയ്ക പോലെയായി മാറ്റാൻ, ആ മനസ്സിനുടമയാകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ രാമായണ തത്വം. ഇത് വ്യാസഭഗവാൻ തന്നെ രാമായണത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇത്യുക്ത രാമതേ നാമ വ്യത്യസ്താക്ഷരപൂർവകം ഏകാഗ്രമനസാത്രൈവ മരേതി ജപസർവത. മരേതി ജപസർവത, നിങ്ങൾ കേട്ട് കാണും, സുപരിചിതമാണ്. മരേതി ജപസർവത ഇത്യുക്ത, ഹേ രാമ, ഇത്യുക്ത രാമതേ നാമ വ്യത്യസ്താക്ഷരപൂർവകം, തിരിച്ചിടണം, വ്യത്യസ്താക്ഷരപൂർവകം, ഏകാഗ്ര മനസാത്രൈവ, കോൺസെൻട്രേറ്റ് ചെയ്യണം. മരേതി ജപസർവത, മരേ, മരേതി, മരേതി, മര 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 മര. അപ്പോൾ അത് ബ്രെയിനിൽ പതിയുമ്പോൾ രാമനായിക്കോളും, കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ രാമ രാമ രാമ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ദുഃഖസമുദ്രമായ നമ്മുടെ ജീവിതം, ദുഃഖ ദുരിത കയങ്ങളായ നമ്മുടെ ജീവിതം, ആ ജീവിത ചിന്താഗതികളെ ശ്രദ്ധ, അവനവൻ്റെ ജീവിതത്തിൻ്റെ ശ്രദ്ധ നാമസങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വിടുക, നാമസങ്കീർത്തനത്തിലോട്ട് തിരിച്ചു വിടുക. അപ്പോൾ നിങ്ങളൊക്കെ രാമായണത്തിന് ഇപ്പോൾ നാലമ്പല ദർശനത്തിൻ്റെ സമയമാണല്ലോ, അവിടെയൊക്കെ ക്ഷേത്രങ്ങൾക്ക് ശ്രീലകത്തിൻ്റെ മുന്നിൽ ഒരു സ്ക്വയറായിട്ടുള്ള ഒരു കെട്ടിടം ഉണ്ടാവും. എന്താണത്? അതാണ് ജപമണ്ഡപം. ജപമണ്ഡപം. അപ്പോൾ ഈ കുളിച്ച് തൊഴുന്ന സംസ്കാരത്തിനുപരിയായി ക്ഷേത്ര ദർശന രാമ നാമ ജപ സംസ്കൃതിയിലോട്ട് ഈ രാമായണ മാസം മുതൽ തുടങ്ങണം. അപ്പോൾ അവിടെ നാമജപത്തിലൂടെയാണ് ആ ഉപാസനാമൂർത്തിയെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ നാമസംസ്കാരം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കണം. എന്തിനാണ്? അവർക്ക് ജീവിതത്തിൽ ഒരു ബ്രെയിൻ എക്സർസൈസ് ലഭിക്കും, ഒരു മെമ്മറി പവർ കിട്ടും. ഒരിക്കലും അവർക്ക് രാമനാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് അൽസിമേഷ്യ ഉണ്ടാകില്ല. നമുക്കറിയാം, ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങനാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. നരജന്മം സഫലമാക്കിയിടുവാനാണ്, അല്ല തമാശ കളിക്കാനുള്ളതല്ല ഇത്. അപ്പൊ ജീവിതം സഫലമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ രാമനാമ ജപത്തിലൂടെ മൃഗീയ സംസ്കാരത്തിനുടമയായ രത്നാകരിൽ നിന്നും വാത്മീകി ഋഷിയായി ഉയർന്നതുപോലെ ഇവിടെ ശ്രദ്ധിക്കണം. ഇത്യുക്ത രാമതേ നാമ വ്യത്യസ്താക്ഷരപൂർവകം ഏകാഗ്ര മനസാത്രൈവ. ഏകാഗ്ര മനസ്സ, മനസ്സ് ഏകാഗ്രമായിരിക്കണം. അതിന് ഭഗവാൻ പറയുന്ന സൂത്രമുണ്ട്, ചഞ്ചലം ഹ്യ മനഃകൃഷ്ണ പ്രമാധി ബലഭദ്രം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സദുഷ്കൃതം. ചഞ്ചലം, എൻ്റെ മനസ്സ് കാറ്റത്ത് അരയാലില ആടുന്നത് പോലെ ആട്. ചഞ്ചലം മനഃകൃഷ്ണ പ്രമാധി ബലം, വളരെ ശക്തമാണ്, കാറ്റിനെ പിടിച്ചു കെട്ടാൻ നോക്കുന്നത് പോലെയാണ്. ഇതിന് എന്താണ് പരിഹാരം എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നത് അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ജഗൃഹ്യത. വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യണം എന്നാണ് അവിടെ പൂർണ്ണാവതാരമായ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും. ഇവിടെ രാമമന്ത്രം എന്ത് ചെയ്യണം? വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യണം. കാളാംബോധനിഭം ശരാസനമിളത് പ്രോദ്യത് കരാംഭോരുഹം. നിങ്ങൾ ആദ്യം കേട്ടിരിക്കുന്ന ആ മന്ത്രം തന്ത്രസമുച്ചയത്തിൽ ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അവിടെ എന്താണ്? കാളാംബോധനിഭം ശരാസനമിളത്
പ്രോദത് കരാംഭോരുഹം, കയ്യിൽ അമ്പും വില്ലുമായിരിക്കുന്ന ഒരു ശ്രീരാമചന്ദ്രനെയാണ്. എന്തിനാണ്? അമ്പങ്ങടെ തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഏകാഗ്രതയിൽ ലക്ഷ്യസ്ഥാനത്തെത്തും. അപ്പോൾ ജീവിതം ലക്ഷ്യസ്ഥാനത്തെത്താൻ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് വലുതായി വളരെ നല്ല ഉത്തമ വ്യക്തികളായി മാറാൻ, അവർക്ക് ബ്രെയിൻ എക്സസൈസിൽ മെമ്മറി പവർ കിട്ടി എല്ലാ പരീക്ഷകളിലും എല്ലാത്തിലും A+ ആയി നല്ല ജീവിത ലക്ഷ്യത്തോടുകൂടി അവർ വിജയിക്കാൻ ഈ ഏകാഗ്രമായ മനസ്സിന് സാധിക്കും. ഇത് ആദികാവ്യമായ ഈ ഏകാഗ്രമായ മനസ്സിൽ നിന്നും വിരിയുന്ന സ്നേഹകാവ്യമാണ് ആദികാവ്യമായ രാമായണം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഗാന്ധിജി എപ്പോഴും റാം കാ റൊട്ടി, റാം കാ പാനി, റാം 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 റാം, ഒടുവിൽ വെടികൊണ്ട് വീഴുമ്പോൾ ഹേ റാം എന്ന് പറയുന്നതാണ് രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം. അപ്പോൾ ഈ രാമായണത്തിൻ്റെ പ്രസക്തിയാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനുടമയായ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങിച്ച് നമുക്ക് തന്നെ സ്വതന്ത്ര ഭാരതത്തിൽ ഈ ഹിന്ദു സംസ്കൃതിയിൽ ശ്രീരാമ നാമം പാടി 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 ഭാരതം മുഴുവൻ ഉയർത്തി. ഞാനും നിങ്ങളും അടങ്ങുന്ന ഹൈന്ദവ സംസ്കൃതിയെ ഗാന്ധിജി ഉയർത്തിയത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. എന്ത്? ഈ ശ്രീരാമ നാമ തത്വ മഹിമ എന്താണെന്ന്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, വ്യത്യസ്താക്ഷരപൂർവകം ഒരു നെഗറ്റീവ് ഒരു നെഗറ്റീവിൽ നിന്നാണ് ഒരു പോസിറ്റീവ്. ബാക്കി ഞാൻ പിന്നെ നിങ്ങളോട് പറയാം. സുകാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി അല്ലേ? നമ്മളെ മക്കളോട് നാശം കാട്ടുമ്പോൾ പറയാറില്ലേ, നിങ്ങളൊന്നും ഒരിക്കലും ബാക്കി എന്താണ്? അത് തന്നെ. എന്ത്? അത് തന്നെ. നിങ്ങളെ മനസ്സിൽ ചിന്തിച്ച് തന്നെ നന്നാവൂല എന്ന് നെഗറ്റീവ് അല്ലേ പറയാം ആദ്യം. നമ്മൾ ഭാര്യയോട് ഓഫീസിൽ നിന്ന് വന്നു, എടി പെട്ടെന്ന് ഉള്ള ചായ ഉണ്ടാക്കിയേ, ഊണ് കഴിക്കാനായി, നിങ്ങളെന്തിനാ ഇപ്പോൾ ചായ കുടിക്കുന്നതെന്ന് പറഞ്ഞ് നേരെ പോയിട്ട് ചായ ഉണ്ടാക്കിയിട്ടായിരിക്കും പിന്നെ ഭാര്യയെ കാണുക അല്ലേ? എന്താണ്? നിങ്ങളെന്തിനാ ഇപ്പോൾ ചായ കുടിക്കുന്നത്? ഊണ് കഴിക്കേണ്ട സമയമല്ലേ? ഈ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. ഇതറിയാവുന്ന വ്യക്തിയാണ് ആര്? ആദികവി. അതുകൊണ്ടാണ് വ്യത്യസ്താക്ഷരപൂർവക ആ നെഗറ്റീവ് ശ്രദ്ധിക്കണം. ഇതി. അപ്പോൾ വെറുപ്പ്, വൈരാഗ്യം, പക, കുശുമ്പ്, ദുഷ്ടത, ഡിസ്ട്രോയിഡ് ആറ്റിറ്റ്യൂഡ്, അക്രമവാസന, ദുഃഖ ദുരിതങ്ങളാകുന്ന നെഗറ്റീവ് തോട്ടിൽ നിന്നും പോസിറ്റീവ് തോട്ടിലോട്ട് നമ്മളെ ഉയർത്തുന്നതാണ് രാമായണം എന്ന് നാം പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മളെ മക്കളും കൊച്ചുമക്കളെയും പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവരിത് ആക്സെപ്റ്റ് ചെയ്യൂ. പിന്നെ എപ്പോഴും എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, ഇതൊന്നും ഈ കീടനാശിനി കളനാശിനിയൊന്നും ഈ കൃഷിയിടങ്ങളിൽ തെളിക്കുന്നത് പോലെ ഉള്ളതല്ല, മറിച്ച് സർവദാ തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മര യുദ്ധേജ. ഭഗവാൻ പറയുന്നു എപ്പോഴും സർവദാ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഈ രാമായണ പാരായണവും രാമനാമ ജപ ലയ ലഹരിയുടെ അടിസ്ഥാനത്തിൽ കർക്കിടകത്തിൽ തുടങ്ങി തസ്മാ സർവേഷു കാലേഷു എപ്പോഴും എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ അച്ഛനെ പോലെ എപ്പോഴും കൊണ്ട് നടക്കണം. അപ്പോൾ നമുക്ക് ദുഃഖസമുദ്രം കടന്ന് രാമനാമ പ്രതിഷ്ഠ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. അപ്പോൾ നമുക്ക് അത് വാത്മീകി ഋഷി തന്നെ ശ്രീരാമചന്ദ്രപ്രഭുവിനോട് നേരിട്ട് പറയുന്നുണ്ട്. രാമായണത്തിൽ നേരിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ രാമനാമം കൊണ്ടാണ് എൻ്റെ ജീവിതം രത്നാകരൻ എന്ന വൃത്തികെട്ട നരാധമനായ പശുഭിഷ്ഠ നരാസമ മൃഗങ്ങളെ മൃഗീയമായി ജീവിക്കുന്നത് മനുഷ്യരൂപേണ മൃഗം ചരന്തി, അവിടെ നിന്നും ഞാൻ ആദികവിയായി ഉയർന്നത് ഹേ രാമ അങ്ങയുടെ നാമം കൊണ്ടൊന്ന് മാത്രം കൊണ്ടാണെന്ന് റിട്ടണായിട്ട് അധ്യാത്മരാമായണത്തിൽ എഴുതി വെച്ചു. അഹം ദേ രാമനാമശ്ച പ്രഭാ വാദി ദൃശോഭവം. അഹം തേ രാമനാമശ്ച, ഈ രാമനാമം കൊണ്ട് മാത്രമാണ്
ഞാനിതാ ആദികാവ്യം രചിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രാമനാമം എക്സ്പാൻഡ് ചെയ്തിട്ടാണ്. നമുക്കറിയാലോ, സഹസ്രനാമ തത്തുല്യം രാമനാമ ജപേ ഇതി. സഹസ്രനാമത്തിന് തുല്യമാണ്. വിഷ്ണു സഹസ്രനാമം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് രാമനാമം. അതുകൊണ്ട് ഈ രാമനാമത്തെ വികസിപ്പിച്ചതാണ് എന്ത്? രാമായണം. അപ്പോൾ വാൽമീകി ഋഷിയായതുപോലെ ജീവിതത്തിൻ്റെ രാജാക്കന്മാരായി ഓരോ വ്യക്തിയും ഉയരണം. ശ്രീരാമൻ്റെ ഗുണഗണങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിതം, ഓരോ വ്യക്തിയുടെ ജീവിതവും ശ്രേഷ്ഠതരമാക്കിക്കൊണ്ട് നടക്കാനാണ് രാമായണം പഠിക്കണം. ശരണമയ്യപ്പ. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം, സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാവരെയും പഠിപ്പിക്കണം. ഇത് കേൾക്കുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരിലേക്കും ഈ രാമനാമ മാഹാത്മ്യം എന്താണെന്ന് എത്തിക്കണം. ഇനി നാലമ്പലത്തിൽ ദർശനം നടത്തുന്ന എല്ലാവരും ആ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ തുടങ്ങണം രാമനാമജപം. ക്ഷേത്രത്തിലെത്തിയാലും രാമനാമജപം തന്നെ, തൊഴുന്ന സമയത്തും രാമനാമജപം തന്നെ, തിരിച്ചു വന്നാലും രാമനാമജപം തന്നെ. അപ്പോൾ എല്ലാ കർമ്മങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോഴും രാമനാമ ജപം, ആ ജപത്തിലൂടെയുള്ള ലഹരി, ആ ലഹരിയാകണം നമ്മുടെ ജീവിതം. ഇത് നമ്മളെ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മദ്യം, മാംസം, മയക്കുമരുന്ന് മുതലായിരിക്കുന്ന ഒരു ലഹരിയിലേക്കും നമ്മുടെ മക്കൾ പോയില്ല. ഞാൻ ഗ്യാരണ്ടി, എൻ്റെ അച്ഛൻ ഗ്യാരണ്ടി, എൻ്റെ അമ്മ ഗ്യാരണ്ടി, എൻ്റെ ഗുരു ഗ്യാരണ്ടി. കാരണം ആ പരമ്പരയിൽ ഏവം പരമ്പരാപ്രാപ്തം ശ്രേഷ്ഠതരമായ സന്തോഷപ്രദമായ ആനന്ദപ്രദമായ ഒരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരും രാമായണം വായിക്കണം, എല്ലാവരും രാമായണം പഠിപ്പിക്കണം, എല്ലാവരെയും പ്രചരിപ്പിക്കണം. അതിന് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ജയ് ശ്രീരാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശരണമയ്യപ്പ.